എല്ലാവർക്കും എൻ്റെ പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കാം. അതായത് കേരളത്തിലെ വളരെ പോപ്പുലറായിട്ട് നമുക്ക് എല്ലാ മലയാളികളും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതായ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഒരു കപ്പ് വെള്ളത്തിനകത്ത് 1/2 കപ്പ് ശർക്കര ജാഗറി പൗഡർ ഇട്ടു. ഇതൊരു നല്ല തിക്കായിട്ട് വരുന്നത് വരെ ഇത് ഉരുക്കിയെടുക്കാം. ഇനി ഒരു തവ വെച്ചിട്ട് 2 ടേബിൾ സ്പൂണല്ല ടീസ്പൂണ് ഗീ ആഡ് ചെയ്യുക ഒരു പാത്രത്തിലേക്ക്. പിന്നെ അതിലേക്ക് അതൊന്ന് ചൂടാകുമ്പോൾ നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നതായ ഈ കോക്കനട്ട് സ്മോൾ തിന്നായിട്ട് അരിഞ്ഞ സ്ലൈസ് ഫ്രൈ ചെയ്ത് എടുക്കുക. ഈ പരുവത്തിൽ നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുക. നമ്മൾ ശർക്കര പാനിയാക്കിയത് തണുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പഴം 2 വിധത്തിൽ ചെയ്യാം. ഒന്നിൽ നമ്മൾ പഴം കൈയിട്ട് മാവിൽ മിക്സ് ചെയ്ത് ഞെരടിയെടുക്കുക. അപ്പോൾ അത് കുറച്ചുകൂടി ഈസി ആകാൻ വേണ്ടി ഞാൻ ഈ പഴം മിക്സിയിലെ ജാറിലേക്ക് മാറ്റിയിട്ട് അതിനകത്ത് നമ്മുടെ ഈ ശർക്കര പാനിയാക്കിയതിട്ട് ഒരു പേസ്റ്റ് ആക്കി എടുക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ബൈറ്റ് പോലെ വരും പഴത്തിൻ്റെ. കുറച്ചെടുത്തു നമുക്ക് ഇനി ഇത് മിക്സ് ചെയ്താൽ മതി. ഇത് ഞാനിവിടെ 1 കപ്പ് പിന്നെ പാലപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തേക്കുന്നത്. 1 കപ്പ്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, പിഞ്ച് ഓഫ് സോൾട്ട്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 ടേബിൾ സ്പൂണ് ഷുഗർ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/2 കപ്പ് കോക്കനട്ട് ബീറ്റ്സ് ആണ്. അത് ഒരു 2 ടീസ്പൂണ് ഗീയിൽ ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇത് പഴം ഞാൻ അല്പം ജാഗറിയുടെ പാനി എടുത്ത് അടിച്ചെടുത്തതാണ്. ഒരു 3 പഴം എടുത്തിട്ടുണ്ട്. പഴം പിന്നെ മധുരം അനുസരിച്ച് ചെറിയ പഴമാണെങ്കിൽ അത് 4 ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളുടെ ഈ ശർക്കര പാനിയാക്കി ഒഴിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ ആ ശർക്കര പാനിയാക്കിയതോട് ചേർത്തു. അതിനുശേഷം നമ്മൾക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി അപ്പച്ചട്ടിക്കകത്ത് ഒഴിക്കുന്ന ആ പോറിങ് കൺസിസ്റ്റൻസിയിൽ ആകുന്നത് വരെ നമ്മൾ പതുക്കെ ആവശ്യാനുസരണം വെള്ളം ഒഴിക്കുക. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഒരു 1/2 hour കഴിഞ്ഞിട്ടുണ്ട്. നല്ലതായിട്ട് ഇത് സോക്കായി വന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാത്രം എടുത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ ഇതേപോലെയുള്ള ഒരു കുഴിയൻ തവ എടുത്തിട്ട് ഓരോ ഹോളിലും ഫില്ല് ചെയ്യുക. ഇത് എല്ലാത്തിനകത്തും ഫില്ലാക്കി എന്നിട്ട് ഒരു 1 സൈഡ് ഒന്ന് വെന്തോന്ന് നോക്കിയിട്ട് പതുക്കെ ഇങ്ങനെ തിരിച്ച് ഇടുക. അങ്ങനെ ഞാനെല്ലാം തിരിച്ചിട്ട് ഇനി ഒരു 2-3 മിനിറ്റ്സ് ഇടയ്ക്കിങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇതേപോലൊരു നീളമുള്ള ഒരു സംഭവം കമ്പിയുള്ളത് എല്ലാം കയ്യിലുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. എന്നിട്ട് ബാക്കിയുടെ ഇങ്ങനെ അല്പാൽപ്പമായിട്ട് ഇതിനകത്ത് ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, നമുക്ക് പതുക്കെ
എടുത്ത് മാറ്റുക. അപ്പോൾ ഇനി ഞാൻ അടുത്ത ബാച്ച് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി സ്നാക്സ് ആണോ എന്ന് ചോദിച്ചാൽ ഈസിയാണ് എന്നാൽ പക്ഷേ അത്ര പ്രയാസമുള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇച്ചിരി മെനക്കെടണം, അല്ല കുഴപ്പമൊന്നുമില്ല. പണ്ടത്തെ സിസ്റ്റം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പണ്ട് അരി കുതിർക്കാൻ പോകണം, പിന്നെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഇച്ചിരി ടൈം സ്പെൻഡ് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് തരിക. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് താങ്ക്സ് പറയുന്നു. ഇനിയും അടുത്ത ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുക്കൽ എത്തുന്നതായിരിക്കും.